SSLC ക്രിസ്മസ് എക്സാമിനേഷന് ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാൻ 100% സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് വെതറിങ് അല്ലെങ്കിൽ ശിലാപക്ഷയം. ശിലകൾക്കുണ്ടാവുന്ന ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ പൊടിയലിനെ വിളിക്കുന്ന പേരാണ് വെതറിങ്. വെതറിങ് 3 ടൈപ്പിലാണ്: ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. ഭൗതിക ശിലാപക്ഷയം, രാസ ശിലാപക്ഷയം, ജൈവ ശിലാപക്ഷയം. വെതറിങ്ങിൻ്റെ സ്റ്റെപ്സിനൊപ്പം തന്നെ അത് എങ്ങനെയാണ് വെതറിങ് ഉണ്ടാവുന്നത് എന്നും അതിനൊപ്പം തന്നെ പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഫിസിക്കൽ വെതറിങ്ങിൽ എന്ന് വെച്ചാൽ നമ്മളുടെ സൺറൈസ് ശിലകളിൽ പതിയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടും. ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ റോക്സിലുള്ള മിനറൽസും എന്തോ ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഇങ്ങനെ ഒത്തിരി കാലങ്ങൾ കഴിയുമ്പം ഈ ശിലകൾ ഈ ചൂടിൻ്റെ ഈ ഒരു താപനില കാരണം ആ റോക്സ് പൊടിയാൻ തുടങ്ങും. ഈ റോക്സ് പൊടിയുന്നതിൻ്റെ കാരണമല്ലാതെ ഈ മഴകളൊക്കെ പെയ്യുമ്പോൾ അവിടെ മഴകൾ ഈ കല്ലിൽ കുടുങ്ങിക്കിടക്കും. ഈ കുടുങ്ങിക്കിടക്കുമ്പോൾ അത് അവിടെ തണുത്തുരുകുന്നു. ഈ തണുത്തുരുകുന്നതിൻ്റെ കാരണത്താൽ തണുപ്പ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് തണുപ്പ് കൂടുന്നത്. അപ്പോഴും ഈ റോക്സിന് ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ പൊടിയൽ പ്രക്രിയ അവിടെ ഉണ്ടാവുന്നു. അതാണ് ഫിസിക്കൽ വെതറിങ്. കെമിക്കൽ വെതറിങ് എന്ന് വെച്ചാൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ എന്നിവ ശിലകളിലെ ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസിനൊപ്പം ചേർന്ന് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശിലകൾ പൊടിയും. അടുത്താണ് ബയോളജിക്കൽ വെതറിങ്, ജൈവ പൊടിയൽ. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ വൃക്ഷങ്ങളുടെ വേരുകളും അതേപോലെ തന്നെ അവയുടെ ബ്രാഞ്ചസ് ഇവയെല്ലാം ഈ റോക്സിൻ്റെ വിടവുകളിലൂടെ റോക്സിലേക്ക് കയറും. ഇത് കയറുന്നതിൻ്റെ ഭാഗമായിട്ട് റോക്സിൽ ക്രാക്കുകളുണ്ടാവും, ഹോളുകളുണ്ടാവും. അവിടെ അതേപോലെ തന്നെ മൃഗങ്ങൾ അതിൻ്റെ ഇടയിൽ കയറിയിരുന്ന മൃഗങ്ങളുടെ തോലുകളും അതേപോലെ തന്നെ പ്ലാന്റ്സിൻ്റെയും അവശിഷ്ടങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ റോക്ക് എന്തോ ചെയ്യും? ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ നടക്കും, പൊടിയൽ നടക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയും ഇവിടെ കല്ലുകൾ പൊടിയുന്നു. ഇത് 3 ചിത്രം കൊടുത്തിട്ട് ഏത് വെതറിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ വെതറിങ്ങിൻ്റെ ഫങ്ഷൻസ് കൊടുത്തിട്ട് ഇതിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാൻ നല്ല ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ്. അതിനാൽ ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്.